മതി 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 എടുത്തെടുത്തെടുത്ത മതി. എന്റെ മോനെ അടിപൊളി. ഒരുപാട് കാഴ്ചകളുണ്ട്, അത്ഭുതകരമായ കാഴ്ചകൾ. ഇതെല്ലാം നിങ്ങൾ കാണിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എങ്ങനെയുണ്ട് ഈ ഒരു പെറ്റ് സ്റ്റേഷൻ എന്നുള്ളത്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ പെറ്റ് സ്റ്റേഷനിലാണ്. ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് പെറ്റ് സ്റ്റേഷൻ കണ്ണൂർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവസാനം നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും കണ്ണൂരിൽ നിന്ന് ഒരു 6-7 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളൊരു ദൂരം. നമ്മൾ പണ്ട് പല വീഡിയോസിൽ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇവരത് അതെ ചെറിയ രീതിയിലൊക്കെ തുടങ്ങി ഇപ്പോൾ വലിയൊരു സംഭവമായി. ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിരുന്നു. അന്നേ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നല്ല രീതിയിൽ റീച്ച് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരെ വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ തന്നെ കണ്ണൂർ പെറ്റ് സ്റ്റേഷൻ അടിച്ച അവരുടെ വീഡിയോസ് ഒക്കെ കാണാം. യൂട്യൂബിൽ നല്ല രീതിയിൽ ഒരുപാട് കാഴ്ചകളുമായിട്ട്, അതായത് അത്ഭുത കാഴ്ചകൾ. കേരളത്തിൽ ഇത്രയും കാഴ്ചകൾ നിറഞ്ഞ ഒരു പെറ്റ് സ്റ്റേഷൻ ഇല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സ്ഥലം തന്നെ നിങ്ങൾ നോക്കി, എന്തൊരു മനോഹരമാണ്. ഇതിൻ്റെ ബാക്കിൽ ബീച്ചാണ്. മാട്ടൂർ ബീച്ചിൻ്റെ നേരെ മുന്നിലാണ് ഈ ഒരു പെറ്റ് സ്റ്റേഷൻ വരുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ കാഴ്ചകൾ കാണാം. എങ്ങനെയുണ്ട് കാഴ്ചകളെന്ന് കണ്ടിട്ട് ബാക്കി നിങ്ങൾ തന്നെ പറയും. ഒരു വൈറ്റ് കുതിരയൊക്കെ ഉണ്ട്. മുസിനെ, ഇതിൻ്റെ പേരെന്താ അറിയാം എനിക്ക്? ഇതിൻ്റെ പേരെന്താ അറിയോ? കുതിര അവിടെ എഴുതി വെച്ചിരുന്നു. എന്താണ്? മർവാറി നുക്ര ഹോഴ്സ്. ഒറിജിനൽ ഇന്ത്യനാണ്, ഇന്ത്യൻ മോഡല്. വയസ്സ് 25-30 വയസ്സ്. 30 വയസ്സായിരിക്കും. വയസ്സ് പറയില്ലടാ. അവിടെ ഒരു ആന നിൽക്കുന്നു കേട്ടോ. അത് സ്റ്റാച്ചു ആണ്, ഒറിജിനൽ അല്ല. ഒറിജിനൽ ആന ഇതിൻ്റെ ഉള്ളിലുണ്ടോ? ഇല്ലല്ലേ? ശരി. ഇതിനാ തീറ്റ കൊടുക്കല്? മീനുകളെ പിടിക്കരുത്, തീറ്റ കൊടുക്കാനല്ലാതെ കൈ വെള്ളത്തിലിടരുത്. തീറ്റ കൊടുത്തോക്കാം. രണ്ട് ബോൾസ് ഇട്ടിട്ട് ഇട്ട് കൊടുത്തത്. അപ്പൊ കൈ തുറക്ക, അല്ലാതെ ഇട്ട് കൊടുക്കല്ല അല്ലേ? ഓക്കെ. ഒരു സമാധാനം, എന്താ പറയാ, ഒരു സന്തോഷം. അതെ അതെ, ഒരു മിനിറ്റ്. ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ജസ്റ്റ് നീ തുറന്നോട്. അടിപൊളിയില്ലേ? പൊളി എക്സ്പീരിയൻസ്. ഓക്കെ. ഓക്കെ. ഇത് ഫുള്ളിട്ട് കൊടുത്തോ? ഇജല്ലേ ഇത് ഫുള്ള് കൊടുക്കൂലൊക്കെ അറിയാം. ഇതെന്താ? സിൽവർ വുഡ് ഡക്ക്. ഒരു പ്രത്യേകതരം താറാവ്. ഒരു സംഭവം, ഒരു കൂടൊക്കെ ഉണ്ടാക്കി തന്നെ അടിപൊളിയായിരിക്കണം അല്ലേ? അതായത് ജസ്റ്റ് ഗുഹന്റെ മാതിരി അവര് എന്താ പറയാ, ഇവരൊരു ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് എന്നൊക്കെ പറയില്ലേ, അതേമാതിരി ഉണ്ടാക്കി വെച്ചിന്. അവിടെ നെറ്റങ്ങൾക്ക് ഇതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ? അതുപോലെ കൂട്ടിൽ താമസമായിട്ടുള്ള ഒരു ഫീൽ തന്നെ ഉണ്ടാവുക. ഓക്കെ. ഇതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട് അല്ലേ? സ്പൈഡർ ഇതവിടെ ഇരിക്കുന്നത്. ഇതിന്റെ പേരെന്താണെന്നുള്ളത്? മെക്സിക്കൻ ഫയർ ലെഗ് ടാറാന്റുല, എംപറർ സ്കോർപിയോൺ. അതാ അവിടെ ഒളിച്ചെടുക്കുന്നുണ്ട്. ബാക്കി ആയിക്കോട്ട് കാണാം. അത് കൊറേ കാണാനുണ്ട്. ഓ മോനെ, ഇതൊക്കെ അടിപൊളി. അരാപ്പേമ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു അരാപ്പേമനെ നേരിട്ട് കാണുന്നത്. ബാക്കിന് വീഡിയോ എടുക്കുക. അടിപൊളി. എത്ര വലിപ്പാ നോക്ക്. ഇത്രയും ഏകദേശം എൻ്റെ ഒരു മുക്കാൽ ഭാഗമുണ്ട് അരാപ്പേമ. ഒരു 4 അടിയൊക്കെ ഉണ്ടാവില്ലേ? 4 അടി വലിപ്പുണ്ട് അരാപ്പേമ. ഇന്നും അരാപ്പേമനെ കണ്ടുകണോ? ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് മോനെ. അടിപൊളി. ഇതാ അരാപ്പേമ ഒറിജിൻ ആമസോൺ കാട് കിടന്ന. ആമസോൺ കാട് കിടന്ന് 20 വയസ്സ്. പിരാന ബ്രസീല്. ഓക്കെ. അപ്പൊ എവിടുന്നൊക്കെയാണ് ഓരോ സാധനങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്? ഇതടുത്ത് കാറ്റ് ഫിഷ്. അടിപൊളിയല്ലേ? പൊളി. ഇതിന്റെ കൊള്ളാൻ നോക്ക് മോനെ. കേട്ടോ, അടിപൊളിയാണ്. അടിപൊളി.
അതാണ് ആവാസ വ്യവസ്ഥ. അതായത് അവരെങ്ങനെയാണോ ഉള്ളത് അതുപോലെ ഉണ്ടാക്കിയിട്ടൊക്കെയാണ്. ക്യാമറ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിട്ട് ഞങ്ങളെ പൊളി പൊളി എന്താ ഈ 4 തരം സാധനങ്ങളുണ്ട് ഇതിനുള്ളിൽ. ആ ബ്രസീല്, വിയറ്റ്നാം, ഇന്തോനേഷ്യ, ഏഷ്യ അവർക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ച് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാണ്. അടിപൊളി. ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇത്ര സെറ്റപ്പ്. ഇത് പിന്നെ നമ്മളെ സാധാ പൂച്ച. ഇത് വേറെ ഒരു പേരാണെന്നുള്ളത്. ബംഗാൾ കാറ്റ് ഒറിജിൻ ബ്രസീൽ. ഇത് ഒറിജിനൽ ബ്രസീലാണ്. ഇതൊക്കെ ഒറിജിനായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്, അല്ലാതെ അവിടുന്ന് കൊണ്ടുവന്നല്ല. ഒറിജിൻ. ഈ ജീവിന്റെ ഉത്ഭവം എവിടെയാന്നുള്ളതാണ് എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെ സാധാ ബംഗാൾ കാറ്റ്. ഇത് ലവ് ബേർഡ്സ് എന്ന് നമ്മൾ പറയുന്ന സാധനം. ലവ് ബേർഡ്സ്. ഇത് ഉംബ്രല്ല കൊക്കാറ്റു, ഒറിജിൻ ഇന്തോനേഷ്യ. അതിന്റെ കയ്യൊക്കെ അത് ചിലപ്പോ ഒന്നിനെ ഇടാൻ പറ്റുന്നുണ്ടാവുള്ളൊരു കൂട്ടില്. അടുത്ത് ഗലാ കൊക്കാറ്റ്, ഓസ്ട്രേലിയനാണ്. എന്തൊരു പറയണ്ടോ. ഓക്കെ. അടുത്ത പൊളി ഗ്രീൻ വൈറ്റഡ് മക്കാവോ അമേരിക്കന്. ഇതിനെ മെയ്ഡ് ഇൻ അമേരിക്കനാണ്. പഞ്ചവർണ്ണക്കിളി എന്നൊക്കെ പറഞ്ഞതാണല്ലത്. പഞ്ചവർണ്ണ തത്ത എന്നൊക്കെ പറഞ്ഞ. ഒന്ന് വൈഡ് ആംഗിളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. വൈഡ് ആംഗിളായിട്ട് ഇതിൻ്റെ ഒരു സംഭവം കാണുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ നീണ്ട് കിടക്കാണ് ഒരു ഏരിയ. പെറ്റ് സ്റ്റേഷന് ഒരുപാട് ഏരിയ ഉണ്ട്. ഫിഷ്, പലതരം ബേർഡ്സ് ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ അതാണ് കണ്ടത്. ഇനി എന്തൊക്കെ ഉള്ളിലുള്ള നമുക്ക് നോക്കാം. പലതരം ഫിഷ്, ബേർഡ്സ് എല്ലാം ഇപ്പം നമ്മൾ കണ്ടു. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഒരുപാട് ഏരിയ ഉണ്ടോ. എൻ്റെ ബാക്കിലൊക്കെ ഇങ്ങോട്ട് ഒരുപാട് ഏരിയ ഉണ്ട് വൈഡായിട്ട് കിടക്കുന്നത്. എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു ഗുഹയിൽ കയറിയ പോലെയാണ്. അങ്ങനെയുള്ള ഫീലാണ്. അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നല്ല വെള്ളച്ചാട്ടം പോലെയുള്ള കുറേ സ്ഥലങ്ങൾ ഇതാ ഉണ്ട്. അതുപോലെ അടിപൊളിയായിട്ടുള്ള വെള്ളച്ചാട്ടം പോലുള്ള സ്ഥലം. ഒരു ബ്ലാക്ക് സംഭവം. ഇതിൻ്റെ പേരെന്തായിരുന്നു? അരയന്നം നമ്മൾ പറഞ്ഞതാണ്. ബ്ലാക്ക് സ്വാൻ അരയന്നം, ഒറിജിൻ ഫ്രം ഓസ്ട്രേലിയ. അതിൽ തന്നെ ഒരു ഫിഷും ഉണ്ട് അല്ലേ? ഒരു ഫിഷും ഉണ്ട് താഴെ. അടിപൊളി ഫിഷ് താഴത്ത്. ആ ബ്ലാക്ക് പോണങ്ങോട്ട് ചാടാന്ന് അതിന്. ഇവിടെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, നമ്മളെ സാധാ ലവ് ബേർഡ്സ്, ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, സ്റ്റാർലിങ്സ് എന്ന് പറയുന്ന സംഭവം, റെഡ് ഫോർഡ്, ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്, തത്തമ്മ, ആഫ്രിക്കൻ തത്തമ്മ. ഏണ്ട് അടിപൊളിയല്ലേ? ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇത് ബൊളീവിയ, ഒറിജിൻ ബൊളീവിയ, എന്താണ് ഹർലുക്കീൻ മക്കാവ്, ഹർലുക്കീൻ മക്കാവ് എന്നൊക്കെ പറയും. അതിന്റെ ഉച്ചാരണമൊക്കെ ശരിയാണെന്നൊന്നും അറിയില്ല. എന്നിട്ട് അവിടെ ഡക്ക്, അടിപൊളി വലിയ ഡക്ക്, നമ്മൾ ഈ ചില സിനിമകളിലൊക്കെ കാണാൻ പറ്റുന്ന വലിയ ഡക്ക്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പെറ്റ് സ്റ്റേഷൻ്റെ മുഴുവൻ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. എന്തൊക്കെ ഈ ഒരു പെറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിലുണ്ടോ മനോഹരമായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്, അത്ഭുതകരമായ കാഴ്ചകൾ. ഇതെല്ലാം നിങ്ങൾ കാണിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എങ്ങനെയുണ്ട് ഈ ഒരു പെറ്റ് സ്റ്റേഷൻ എന്നുള്ളത്. ലേറ്റസ് എന്നാണ് പേര്, ഒറിജിൻ ഓസ്ട്രേലിയ. ഈ പഞ്ചവർണ്ണക്കിളിൻ്റെ ഒക്കെ പോലെ തന്നെ ഒരു സാധനം. പിന്നെ എസ്റ്റേൺ റൊസെല്ല, അടിപൊളി. ഇത് പേലെ ഹെഡഡ് റൊസെല്ല, ഓസ്ട്രേലിയ, ഒറിജിൻ ഓസ്ട്രേലിയ. അതായത് പല രാജ്യങ്ങളിലായിട്ട് ഒറിജിനായിട്ടുള്ള പലതരം ബേർഡ്സുകൾ. അത് നമ്മൾ ഇവിടുത്തെ, ഞാനിതിൻ്റെ മുമ്പ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇത്രയും വലിയൊരു കളക്ഷൻ പെറ്റ്സിൻ്റെ മറ്റുള്ളതിൻ്റെ.
എന്ന് പറയുന്നത് ഒന്നും പറയുന്നില്ല. ബ്ലാക്ക് കാറ്റഡ് ഒറിജിൻ അമേരിക്ക. ഇത് അതാ നമ്മളെ തത്തല്ലേ? തത്ത അല്ലല്ലേ? അഹാൻസ് മക്കാവു എന്ന് പറഞ്ഞാൽ മറ്റേ കാറ്റഗറി, പഞ്ചവർണ്ണക്കിന്റെ കാറ്റഗറി. ഓ, ഇത് ഏകദേശം നമ്മളെ സ്ഥലങ്ങളാ വ്യത്യസ്തരാണ് ഇവിടെ. ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്, ആഫ്രിക്കൻ തത്ത, ഗ്രേ തത്ത. നേരത്തെ നമ്മൾ കണ്ടത് ഇതിലേറെ കുറച്ചുകൂടി ഒന്നുകൂടി ഡിഫറെന്റ് ആയിരുന്നു. സെനേഗൽ പാരറ്റ്, ഒറിജിൻ ഫ്രം ആഫ്രിക്ക. സെനേഗലിൻ വനാന്തരങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം പാരറ്റ് എന്നൊക്കെ പറയാം. സ്മോൺ ബാലറ്റ്. ഇതിന്റെ പേര് ഇവിടെ എഴുതിച്ചിട്ടില്ല. മറ്റേ നമ്മുടെ മരംകൊത്തിയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ കണ്ടു. ഒറ്റക്കല്ല, അവിടെ വേറെ ആളും കൂടി ഉണ്ട്. ഇത് സെവർ മക്കാവോ, ഒറിജിൻ ഫ്രം അമേരിക്ക. ഇത് പോർക്കെ പരക്കീറ്റ്. എന്തൊക്കെ എഴുതിച്ചിട്ടുണ്ട്, നിങ്ങളെന്നെ വായിച്ചോളി. ലവ് ബേർഡ്സിന്റെ ഒക്കെ പോലെ തന്നെ അതിന്റെ മറ്റൊരു അടുത്തത് വന്നിട്ട് പൊക്കാറ്റിയിൽ, ഒറിജിൻ ഓസ്ട്രേലിയ. അതൊക്കെ ഇതൊന്ന് കാണിച്ചു കൊടുത്താ. ഒരു ഗുഹ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഓരോ ആവാസ വ്യവസ്ഥ, അവർക്ക് ഓരോ ചെറിയ കൂട് ഒന്ന് അടുത്തേക്കാക്കുക, ശരിക്കും കാണാം. ഒരു ചെറിയ കൂടുകൾ അല്ലേ? ഓർക്ക് അങ്ങനെയാണോ അവരൊരു പ്രകൃതിയിൽ ഒരു ഉണ്ടാക്കുന്ന കൂടുകൾ, ഒരു ആവാസ വ്യവസ്ഥ എങ്ങനെയാണോ അതിനനുസരിച്ച് അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴേക്കും ഞങ്ങൾ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ജീവനോട് ചിലപ്പോൾ അത് അങ്ങനെ ആകുമ്പോഴേ ഉണ്ടാവുള്ളൂ. കാരണം ഇതടുത്തത് ഡയമണ്ട് ഡോ, ഒറിജിൻ ആഫ്രിക്കയാണ് കാണിക്കുന്നത്. അതാ ചെറിയ കൂടുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ, ചിരട്ടൻ്റെ ഉള്ളിൽ കൂടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് കാണിച്ചു കൊടുത്തോക്കാം, ശരിക്കും കാണാം. ചില കൂടുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്. ആ ജവാസ് ഫറോ, ഒറിജിൻ മെക്സിക്കോ. ഓ, ഇതാരാ? കഴുത. ഇതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കഴുത ഇനത്തിൽ അപൂർവമായ കുള്ളൻ കഴുത. ഇതാണ് പൂർണ്ണ വളർച്ച. ഈ ഒരു കഴുതന്റെ കുള്ളൻ കഴുത എന്നറിയപ്പെടുന്ന കഴുതയാണ്. ഇതിന്റെ പൂർണ്ണ വളർച്ചയിലെത്തിയ രൂപമാണിത്. അതെ 25 to 30 വയസ്സ് പ്രായമുണ്ട്. ഇത് അടുത്ത് വരുന്ന തുർക്കിഷ് ദുംബ ഷീപ്പ്. മാനാണ് അല്ലേ? അല്ല, മാനല്ല, മാന് ഡിയറാണ്. ഷീപ്പ് എന്ന് പറഞ്ഞാൽ ആട്. അതിന്റെ ലൈഫ് സ്പാൻ കാണിക്കുന്നത് 10 to 12 years ആണ്. തലൊക്കെ പുറത്ത് കെട്ടി കിടക്കുന്നുണ്ട്. അതിന്റെ ബാക്കിൽ കുറച്ച് ഫിഷുകളും ഉണ്ട് അല്ലേ? ഇപ്പുറത്തുള്ള പെൻഗ്വിൻ കൗ. ആന്ധ്രാപ്രദേശിലെ പുങ്കന്നൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് ഉദ്ഭവിച്ച ഒരു ബ്രീഡാണ് പുങ്കന്നൂർ കുള്ളൻ പശു. വളരെ അപൂർവവും കൗതുകവും ഉയർന്ന ഈ ചാണകത്തിന് ദുർഗന്ധം ഉണ്ടാവില്ല. വൃത്തിയില്ലാത്ത അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഇവർ ഏറ്റവും വൃത്തിയുള്ള പശു എന്ന് അറിയപ്പെടുന്നു. ഏറ്റവും വൃത്തിയുള്ള പശുവാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരൂ. ഇപ്പൊ അടുത്താരോ കടന്നു പറയുന്നുണ്ടല്ലോ. മിനിയേച്ചർ ഹോഴ്സ്, ഒറിജിൻ അമേരിക്ക. കുറച്ച് കലിപ്പനാണ് തോന്നുന്നത്. ഹോഴ്സിനെ എങ്ങനെ വിളിച്ചിട്ട് കാല എന്നെ വിളിച്ചാ ഹോഴ്സിനെ എങ്ങനെ വിളിക്കാ? ഓൻ്റെ മോനെ, ആരത്? ഒട്ടകപ്പക്ഷി. ഇതാണ് നമ്മുടെ സാക്ഷാൽ ഒട്ടകപ്പക്ഷി. അയ്യോ, ഇതിന്റെ കൊക്കാണുമ്പോ ഇതിനെ പേടിയാവുന്നുണ്ട്. പിന്നെ വായ കൈ മോനെ. ഫോണ് കടിച്ചെടുക്കുവോ?
ഒക്കെ കാണു ഒരു ഭീകര ലുക്ക്. അതെ മുകുൽസോ എന്നാലും ഇതിന് പെറ്റ് നെയിം മുകുൽസ് എഴുതിയിരിക്കണം ഒട്ടകത്തിന്റെ. അങ്ങനെ മുകുൽസ്. അടുത്ത് ഒട്ടകം, സാക്ഷാൽ ഒട്ടകം, ക്യാമൽ. ഒട്ടകത്തിനൊക്കെ വേറെ എവിടെയും കണ്ടിരിക്കണം. ഈ കണ്ടിരിക്കണം ഒക്കെ. അല്ല ഇവിടെ കേരളത്തിൽ വേറെ എവിടെയും കണ്ടിരണം സർക്കസിൽ. ആ ഓക്കെ. ഞാനങ്ങനെ പറയുന്നത് സർക്കസിന് പോകാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സർക്കസിൽ കണ്ടിട്ടില്ല. ഇത് നല്ല ഉറക്കം. അതെ നല്ല ഉറക്കാണ് ആശാന്. ചവിട്ടുണ്ട്. ഈ സാധനം അല്ലെങ്കിൽ ഉണ്ടല്ലോ കിട്ടിയിരുന്നു. ഇപ്പോൾ 2 ഇതാണല്ലെങ്കിൽ 2 കിട്ടിയിരുന്നു. ഉറങ്ങാൻ കിടക്കണം. ഇത് ഇവൻ തൊള്ളൊഴിച്ചൊക്കെ എപ്പോഴും കേട്ടോ. ഇത് കിട്ടീന് ഒന്നുകൂടി എടുത്തോ. തൊള്ളൊഴിച്ചാൽ അല്ല അവൻ്റെ തൊള്ളക്ക് എടുത്തിരിക്കുന്നു. ചെറുപ്പം ഏതൊക്കെ ഒരു കടി കിട്ടിയാണ്ടല്ലോ. കൈ ഇട്ടോക്കണോ? പക്ഷെ ബാക്കിൽ നിന്ന് എടുത്തോക്കാം. അടാ വാ അടുത്തേക്ക് പോകാം നമുക്ക്. നമ്മൾ ഒട്ടകത്തിനെ കണ്ടു, ഒട്ടക പക്ഷിനെയും കണ്ടു. ഇനി അടുത്തത് ഇതല്ല, അതിൻ്റെ ഉള്ളിൽ ആരുമില്ല. അവിടെ നല്ലൊരു ഇവിടെ 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 മുകളിൽ കുറച്ച് ബേർഡ്സ് ഉണ്ട് അല്ലേ? ഓക്കെ ഇങ്ങോട്ട് വാ. ഇവിടെ ഒരു അടിപൊളി കുതിര ഉണ്ട്. കുതിര ബ്ലാക്ക് കുതിര. അടുത്തത് എമ്മു ആണ്, ഒറിജിൻ ഓസ്ട്രേലിയ. ഇത് എമ്മുനെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? കഴിച്ചിട്ടുണ്ട്. കേക്കണ്ട. പണ്ട് എമ്മു കുറച്ച് ഭയങ്കര ട്രെൻഡിങ് ചെയ്തല്ലേ? അതങ്ങോട്ട് വരവയൊക്കെ താങ്ങി താങ്ങി എന്താണ് അതിനുള്ള നടത്താൻ നോക്കാം. റേറ്റ് അല്ലേ? ഒട്ടപശിൻ്റെ അത്ര വലുപ്പമല്ല. ഒട്ടപശിൻ്റെ കൊക്ക് ശരീരത്തിൽ നിന്ന് അങ്ങനെയൊക്കെ വരും. അത് അതിൻ്റെ കൊക്ക് ചെറുക്കേ അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഒന്നും കൂടിയും അത് അതിൻ്റെ കഴുത്തൊന്നും കൂടി നീണ്ടാണ് ഒട്ടപശിയുടെ. ഇതൊന്നും അത്രക്കില്ല. അതിൽ ഏകദേശം ഒരു 3 അടി 4 അടി ഉയരമുണ്ട്. ഇതെന്താണ് നമ്മളെ മൈൻഡ് ചെയ്യാത്തതാണ്. ഇവിടെ ഒരാളുണ്ട്. നമ്മളെന്താ മൈൻഡ് ചെയ്യാത്തതാണ്. ജിങ്കോട്ട് ചൈന, ഒറിജിൻ ചൈന. അടുത്തത് വന്നിട്ട് ബാർബറി ഗോട്ട്, ഒറിജിൻ ഇന്ത്യ. ജേക്കബ് ഷീപ്പ് മറ്റൊരു പ്രത്യേകതയാണ്. ഇത് നല്ല രസമുണ്ട് കാണാൻ. അതായത് ഫോൺ ഇങ്ങനെ വെച്ചാൽ ശരിക്കും കാണോ? ഇടങ്ങന്നിട്ട് നോക്കുന്നു കേട്ടോ. അടുത്തത് വന്നിട്ട് പലയിടത്തും നമ്മൾ കണ്ട ടൈപ്പ് കിളികളാണ്. ഒറിജിനൽ അമേരിക്കനാണ്. ഇതും അതുപോലുള്ളൊരു ബേർഡ്സാണ്. ഇത് മറ്റൊരു ബേർഡ്സ്. ഗോൾഡൻ പിസീനെറ്റ്, ഒറിജിൻ ചൈന. കാണാൻ നല്ല രസമുണ്ട്. നല്ല മനോഹരമാണ് കാണാൻ. അടിപൊളിയാണ്. അതിൻ്റെ വാല് ഒരു പ്രത്യേകതരം വാല് നീണ്ടിട്ട് കളർഫുള്ളായിട്ട് ശരിക്കും ഒരു 2 തൂവല് മാത്രമാണ് തോന്നുന്നത്. ഏകദേശം പഞ്ചവർണ്ണ തത്തനെ പോലെ തന്നെ, പക്ഷെ വേറെ കളറിലും ഡിസൈനിലുള്ള നല്ല മനോഹരമായിട്ടുള്ള ഈ നമ്മുടെ സെൻറ്ററിൽ വേണമെങ്കിൽ ഒന്ന് ഇരിക്കാനോ റെസ്റ്റ് എടുക്കാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട്. ഇതാണ് സംഭവം. 2-3 മരങ്ങളൊക്കെ സെറ്റ് ചെയ്ത് താഴത്ത് മണലെന്തോ കടൽ മണല് മണലൊക്കെ ഇട്ടിട്ട് തെറ്റിട്ട് ഇത് അതൊക്കെ പിടിച്ച് കൂട്ടിലിട്ടതാ. അടിപൊളി. ഇത് എന്താണ് ഡാൽമാഷ്യൻ, ഒരു തരം ആടാണ്. ഇതും അയ്യോ കാൻകോർസോ, ഇറ്റലി.
എന്തതിന്റെ മുഖം തന്നെ ഭീകരാണ്. ഓ ഇത് കണ്ടാൽ തന്നെ ഒന്ന് പേടിച്ചു കൂട്ടുകാരും. ഇതിനൊക്കെ രാത്രി സമയത്തൊക്കെ കണ്ടാലേ നീ ചോദിച്ചു എൻ്റെ മോനെ. വാലുണ്ടല്ലേ, ചെറിയൊരു വാല്. മുസ്ലിമേ ഇതിനെ കണ്ടപ്പോ നീച്ചു വന്നതാ അവിടെ. ഇതിനൊക്കെ രാത്രി കണ്ടാലേ പേടിച്ചു പോയില്ല. അതിന്റെ അടുത്ത് പോയി നോക്കാം, അതിന്റെ അടുത്ത് പോയി നോക്കാം. ഇത് ഞാൻ നേരത്തെ ആടാന്ന് വിചാരിച്ചേ, ഇതും മറ്റൊരു ഡോഗാണ്. മറ്റേ ഡോഗിന്റെ കുറെ കേട്ടിട്ട് നോക്കണ ഡേഞ്ചറാടാ ഇതിനെ കണ്ടാ. ശരി, ഇതിനൊന്നും രാത്രി സമയങ്ങളിൽ ഒറ്റക്ക് നിൽക്കുമ്പോ കണ്ടല്ലോ മോനെ പോയും. നമ്മളെ നാട്ടില് കാണുന്ന സാധാ പട്ടികളല്ല റോഡ് സൈഡ് കാണുന്നത്. ഇതൊക്കെ എന്താ പറയാ, ഇതിനൊക്കെ രാത്രി കണ്ടല്ലോ ഒറ്റ കയറി എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടോ ആശാന്. അടുത്തത് എന്താണ്, റോട്ട് വെയിലർ ഒറിജിൻ ജർമ്മനി. ഇത് നീച്ചണില്ല, അതിന് മൈൻഡൊന്നും ഇല്ലല്ലോ. തുറന്നുവിടല്ലോ. ഇതിൽ തുറന്നുവിടും. ഇതായിരുന്നു ക്യൂട്ടായിട്ടുള്ളൊരു പട്ടി, സിബീരിയൻ ഹസ്കി, ഊട്ടിപ്പട്ടി. അതെ, ഒരു ഊട്ടിപ്പട്ടി ഉണ്ടല്ലോ, അതേമാതിരി ക്യൂട്ടായി. അത് പാവാണോ, സൈലന്റ് ആയിട്ട് കടന്നുറങ്ങണതാ. ഒരു പാവം പറ്റി. ഇതാ ഇവിടെ ഒരാള്, ഇപ്പം കുറച്ച് ഡേഞ്ചറാണ് ഇവനെ കണ്ടാൽ. നോട്ടം നോക്കായി. അമേരിക്കൻ പുള്ളി നമ്മൾ അടുത്ത് കിട്ടൊക്കെ. ഇത് മറ്റീൻ്റെ ഒരു അനിയനായിട്ട് വരും തോന്നുന്നുണ്ട്. ഇതിനെ കാണണ്ടോ? ഇല്ലേ, അതവിടെ മൂലക്ക് കിടന്ന് ഉറങ്ങിക്കോട്ടെ. നമ്മളിതിൽ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, വീഡിയോയിൽ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള കാര്യം, ഈ പെറ്റ് സ്റ്റേഷനിൽ എല്ലാ കാഴ്ചകളും നമ്മൾ കാണിച്ചു കൊടുക്കും, സകല കാഴ്ചകളും കാണിച്ചു കൊടുക്കും. കാരണം ഒരാൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വീഡിയോ കണ്ടറിയാം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടോളൂ. അടിപൊളി കാഴ്ചകളാണ്, അത്ഭുത കാഴ്ചകളാണ്. അണ്ണാനല്ലത്, കുരങ്ങനോ കൂടെ പോയി, ആ ഗുഹയിൽ കൂടെ പോയി. രണ്ടാൾക്കാരുണ്ട്. ഇത് എന്ത് സാധനം നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട്. അടിപൊളി ആനക്കുട്ടിന്റെ സ്റ്റാച്ചു. കണ്ണൂർ പെറ്റ് സ്റ്റേഷൻ അവിടെ ഉണ്ടോ? ഓക്കെ, അതിലെ പോവും, ഇതിലെ പോവും. ഇതില് സെൻറ്റർ ചെയ്തിട്ട് ഇറങ്ങാനുള്ളതാണ്. ഇതിന് വേറെ ഒന്നൊന്നും അറിയില്ലേ? മെരുക, ഉടുമ്പോ, ഉടുമ്പ്. ഇതൊരു അണ്ണാനെപ്പോലെ സാധനം. ഇതാരാണ്? തുരപ്പനോ? മീർക്കാറ്റ് എന്നാണ് അതിന്റെ പേര് ഇവിടെ കൊടുത്തത് ഒറിജിന്. ഇതെന്താ, എലിയാടാ? എലിയല്ലേ? അടുത്തേക്ക് ഓരോരുത്തർ അടങ്ങിക്കൂടാ തോന്നുന്നുണ്ട്. ഓക്കെ, ഇവനെ എവിടെയിലൊന്ന് പുറത്താടാനുള്ള വജ്ജുണ്ട് നോക്കാണ്. ഇപ്പൊ നല്ലൊരു കിട്ടൽ കിട്ടി, ഇവനെ കറക്റ്റ് ആയിട്ട് കിട്ടി. നല്ല രസമുണ്ടല്ലേ, നല്ല രസമല്ലേ കാണാൻ. ഇതാ അടുത്ത് ഇവിടെ ഒരാളുണ്ടേ, വൈറ്റ് ഷീറ്റ് ഒരാളുണ്ട്. ഓഹോ, ക്യൂട്ട്, അടിപൊളി. അതിനടുത്തേക്ക് പോകണം കേട്ടോ, പണി കിട്ടും ചിലപ്പോ. കയ്യിലിട്. ഇവിടെയാണ് തീറ്റ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഈ പെറ്റിന് എന്ത് ചെയ്യാം, ജസ്റ്റ് കയ്യിൽ വെക്കാം, കയ്യിൽ വിട്ട് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക ചെയ്യാം. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യാറ്. അടിപൊളി. എന്നെ പറ്റിയില്ല.
അടിപൊളി. സ്നേക്ക് ആണ് മോനെ, സ്നേക്ക്. ഇത് വേണോ? എടാ ഇത് കടിക്കൂലേ? എന്റെ മോനെ, എന്റെ മോനെ സ്നേക്ക്. എന്റെ തലൂടെ കടിക്കുവോ? വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. എടാ അത് ഈ തോളത്തുനിന്ന് എടുത്ത് വല്ല കയ്യിൽ വെച്ച് കാണുമ്പോ തന്നെ പേടിയായിരുന്നു. ഒക്കെ വേണോ? മതി 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 മതി, എടുത്തെടുത്ത് മതി. ഓക്കെ അല്ലേ? അന്റെ പേരെന്താ? എടുത്ത വല്ലാത്തൊരു എക്സ്പീരിയൻസ് കേട്ടോ അതൊക്കെ. ഇതൊക്കെ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അതൊക്കെ പല്ലൊക്കെ ഒഴിവാക്കിയിട്ട് പല്ലുണ്ട്. എന്റെ പല്ലുണ്ടോ? പല്ലുണ്ട്. ഈ പാമ്പിന്റെ പേരെന്താ? പൈക്കാണ്. ഓക്കെ, ഇതാണ് നമ്മൾ തോളത്തെടുത്ത സാധനം. ഓക്കെ, ഇനി ഇങ്ങോട്ട് കാണണ്ടാ, ഇവിടുന്ന് അങ്ങോട്ട് കാണണ്ട. ഫിഷിനെ പീടിയ അത് ചെയ്തില്ലേ നമ്മള് കയറുന്നപ്പോ? വേറെ ഉണ്ടോ? ആ ആ ഓക്കെ ഓക്കെ. എൻ്റെ മക്കളെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ പാമ്പിനെ തോളത്ത് വെച്ചപ്പോഴുള്ള എക്സ്പീരിയൻസ്. ഇതാരയിലേക്കിടെ പാമ്പിനെ തോളത്ത് വെച്ചിട്ട് ജയിക്കാൻ പോരെ. പൗതി ജീവൻ പോയി, പൗതി ജീവൻ പോയി. കൈ തവണ കടന്ന് അരിച്ചിട്ട് എല്ലെങ്കിലും പേടിയുള്ള സാധനമാണ് പാമ്പ് പറഞ്ഞാല്. എക്സ്പീരിയൻസ് ആണ് മക്കളെ, എക്സ്പീരിയൻസ്. ഇതൊക്കെ ഒരു ഒറ്റയിലും നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണം. ഇങ്ങോട്ട് പോകുന്നോളൂ. കണ്ണൂരൊക്കെ വരുന്നോല് മാക്സിമം നമ്മള് ഓരോ സ്ഥലത്തേക്ക് പോകുമല്ലോ, അപ്പൊ നമ്മള് പെറ്റ് സ്റ്റേഷനൊക്കെ മസ്റ്റ് ട്രൈ ചെയ്യണം. ബേർഡിനെ തോളത്ത് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ പാമ്പിനെ തോളത്ത് വെച്ചുകൂടെ? അതായത് ബേർഡിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ്. പാമ്പ് നമ്മൾ എന്തായാലും എനിക്ക് അർപ്പാണ് രണ്ടും കൂടെ ആയിട്ട് അത് ചെയ്യാൻ പോയി. എന്തായാലും അടിപൊളി അടിപൊളി എക്സ്പീരിയൻസ്. ഇവിടെ ഈ പെറ്റ് സ്റ്റേഷനിക്ക് കയറി വരുമ്പോ തന്നെ ഈ നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്ന ആളാണിട്ടത്. ക്യൂട്ടല്ലേ, അടിപൊളി. ഇവരാണ് നമ്മളെ ഈ പെറ്റ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെ നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുക. ഈ ഒരു ആനയും അവനും, ഇവർ രണ്ടാണ് നമ്മളിവിടെ സ്വീകരിക്കാൻ നിൽക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഈ ഫിഷിനെ ഫീഡ് ചെയ്യുന്ന പരിപാടി അല്ലേ, അടിപൊളി. ഊഞ്ച മോനെ എന്താ കൊടുത്തു മിസ്സപ്പ്. ആ അങ്ങനെ ഇട്ട് കൊടുക്കല, അതോ കയ്യിൽ വെക്കല? കയ്യിൽ വെച്ചിട്ട്. ഓ ഓക്കെ. എന്റെ മോനെ അടിയാണ്. ഞാൻ അരിഞ്ഞിണ്ടോ? ഞാൻ കൊടുക്കട്ടെ. ഇത്രക്ക് എടുക്കണോ? കയ്യിന് കടിക്കുവോ? എന്നിട്ട് കുറച്ച് ബാക്കിന്ന് എടുത്താ അടിപൊളി. ഇതൊന്ന് മണിയിട്ടല്ലോ ബാക്കിയുള്ള മണി ഇവിടെ തന്നെയല്ലേ ഫീഡിങ്? ഒരു മീനെ പിടിച്ചാലോ നമ്മള്? നീ ഇവിടെ എത്രയായി? കുറേയോ? 4 മാസമായി. എങ്ങനെ എന്റെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ്. വീട് അടുത്ത് തന്നെ. ഒരുപാട് ആൾക്കാരൊക്കെ വരാറുണ്ടോ? അപ്പോ ഏകദേശം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. അപ്പുറത്ത് വേറെ ഉണ്ടോ? ഓക്കെ, എന്നാ നമുക്ക് അപ്പുറത്തേക്ക് പോകാം. അവിടെ വേറെയും കാഴ്ചകളുണ്ട്. ഇവിടെ ഇത് കണ്ടോ?
ഇതൊരു എലിയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്തോക്കാം. ഇതൊരു എലികള്. ഓക്കെ, നമുക്ക് അപ്പുറത്തേക്ക് തീർച്ചയായി. ആര്? ഞാനോ? ആ ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോലെ. ഓ മാൻ, ഇതാണ് എനിക്ക് നോക്ക്. ഇതാണ് ശരിക്കും നീ പറഞ്ഞ സാധനം. എന്താ അതിന്റെ പേര്? എന്താ? ഉടുമ്പല്ല ഇത്. ഉടുമ്പ് പിടിച്ച പോലെയല്ലേ ഇത്? പിടിച്ചാ വിടൂല. ഓ, ഇത് അടുത്തടുത്ത് ഇഗ്വാന. ഇതാണ് ഒറിജിനൽ ഇഗ്വാന. എന്തായാലും ബാക്കിലെ മുള്ളൊക്കെ നോക്കാം. ഓ മോനെ, ഇതൊക്കെ വല്ല ഫോറസ്റ്റ് കാണുമ്പോണ്ടല്ലോ നമ്മളെ എല്ലാ കാട്ടുകൂടെ പോകുമ്പോ ഇതേപോലെ സാധനത്തിനൊക്കെ കണ്ടല്ലോ കിളിയോ. നോക്കാം അതിന്റെ അടുത്ത് നോക്കാം. ഇതാ ഇവിടെ അടുത്ത് അല്ലേ? കാലിയൊന്നും അല്ല, അതിനൊക്കെ ഓരോ സാധനങ്ങളുണ്ട് ഇതിന്റെ ഉള്ളിൽ. കാറ്റാണ്. ഒരു ഇങ്ങനെയാണ് എടുക്കുക. അപ്പൊ കാറ്റ് ഇവിടെ വേറെ ഒരുത്തൻ കിടന്നുറങ്ങുന്നു. അപ്പൊ ഉച്ചമയക്കത്തിലാണ് തോന്നുന്നത്. അവിടെ വേറെ കാറ്റുണ്ട്. ഇവിടെ ഒന്ന് ഇവിടെ ചില ബേർഡ്സ് ആരാ ഉണരണേ? ആരാ അവിടെ? ഇവിടെ ഒരാള് ഉണർന്നാണ്. ഗുഡ് മോർണിംഗ്. ഓന് ഗുഡ് മോർണിംഗ്. ഓപ്പ നീച്ചല്ലേ ഉള്ളൂ. നമുക്ക് അടുത്ത് പോവാ. കഴുത്തിന്റെ ഭാഗത്ത് ഒരു പ്രത്യേകതരം രൂപത്തിലുള്ള പ്രാവ്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബൂട്ട് പോലെയുള്ള പ്രാവ്. നമ്മുടെ നാട്ടിലൊക്കെ ബൂട്ട് എന്ന് പറയും. മറ്റൊരു ഇത് ഇവിടെ ഈ ഒരുപാട് തരം പ്രാവുകളാണ്. പല തരത്തിലുള്ള പ്രാവുകൾ. ഇത് അടിപൊളി കേട്ടോ. ഓ, എങ്ങനെയുണ്ട്? അടിപൊളി. അവിടെ ഒരാള് കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഹോളിവുഡ് സിനിമയിലൊക്കെ ഈ ഒരു രൂപം കാണാറുണ്ട്. അതായത് തോലില്ലാത്തല്ല, രോമമില്ലാത്ത പൂച്ച. അങ്ങനെയുള്ളൊരു പൂച്ചയാണത്. നേരിട്ട് കാണുമ്പോൾ നല്ലൊരു ഭീകര രൂപമായിരിക്കും. നല്ല ഉറക്കാണ്, നല്ല ഉറക്കം. അത് മറ്റൊരു ചെറിയ പട്ടിക്കുട്ടികളാണ്. അവിടെ ഉണ്ട്. ചില കൂട് കണ്ട കാലിയാന്ന് തോന്നും. പക്ഷെ അതിന്റെ മൂലക്കിലൊക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇതങ്ങനെ ഒരു ക്യാറ്റാണ്. ഇതിവിടെ വേറൊരു ക്യാറ്റ് കിടന്നുറങ്ങുന്നു. ഇവിടെ രണ്ട് ക്യാറ്റ്സ്, പുള്ളിപ്പുലിന്റെ ഒക്കെ പോലെയുള്ള രണ്ട് ക്യാറ്റ്സ് ആണിത്. ഒരു ക്ഷമയില്ലാത്ത ആളാന്ന് തോന്നുന്നത്. ഇതാ ഇവിടെ വേറൊരു ക്യാറ്റും ഉണ്ട്. വേറെ അടിപൊളി ക്യാറ്റും ഉണ്ട്. ഇവിടെ ഇനി ഒരു ഫിഷുകള്, ചെറിയ ഫിഷുകൾ. അടിപൊളി ലുക്ക്. വാവ്, ഈ ഒരു ഏരിയയിൽ നോക്കൂ. ഒരു ഗുഹ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ശരിക്കും ഒരു ഗുഹയിൽ കയറിയ ഒരു എക്സ്പീരിയൻസ്. എന്താ ഇപ്പൊ നമ്മള് ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഒരു ഗുഹയിൽ കയറിയാല് അതിലിങ്ങനെ കുറെ ഫിഷുകളും അക്വേറിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളി. പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇവിടെ വന്ന എക്സ്പീരിയൻസ് തന്നെ വേണം. ഈ നിങ്ങൾ കണ്ടില്ലേ ഒരു ബ്ലൂ കളർ വെള്ളത്തിൽ ചെറിയ മീനുകൾ. അടിപൊളി, നല്ല ക്യൂട്ട് മീനുകളാണ്. അതുപോലെ ഇപ്പുറത്ത് വേറൊരു തരം സാധനമുണ്ട്. സ്രാവിനൊക്കെ പോലെയാണ്. ഇതിന്റെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോ പേരുകളുണ്ട്, ശാസ്ത്രീയ നാമങ്ങളും. അത് എവിടുന്നാണ് ഒറിജിൻ ചെയ്തതെന്നൊക്കെ ഉള്ള. ഇതിന്റെ ശാസ്ത്രീയ നാമം കൊടുത്തിട്ടുള്ള ഇവിടെ ടൈഗർ ഷൊവെല്ലോൺ കാറ്റ് ആണ്. രണ്ട് തരം ഫിഷുകളുണ്ട്. രണ്ട് ഫിഷിന്റെയും പേരായിരിക്കും അവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ളത്. അടിപൊളിയല്ലേ? ആ ഒരു ഗോൾഡൻ ഫിഷ് പോലെയുള്ള ഒന്നും, പിന്നെ സ്രാവിനെ പോലെയുള്ളതും.
അങ്ങനെയല്ലേ പറയാൻ കിട്ടുള്ളൂ. പിന്നെ അതേമാതിരി ഇതാ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, അടിപൊളി സൂപ്പർ. ബഞ്ചാർ റെഡ് അരോ എന്താണ്, അരോവാന. അടുത്തത് വരുന്നത് ഇതാണ്. ഇത് എന്താ പറയുക, ഇതിനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കംബോഡിയൻ സ്ക്യൂറൽ, അതായത് കംബോഡിയയിലാണ് ഒറിജിൻ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അണ്ണാനൊക്കെ പോലുള്ള മറ്റൊരു സാധനം. അണ്ണാനല്ല, വേറെ തരം അണ്ണാൻ, കംബോഡിയയിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം അണ്ണാൻ. പിന്നെ നമ്മുടെ സാധാ കോഴികൾ ഈ ഒരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഉണ്ട് കുറച്ച് പാമ്പുകൾ. എൻ്റെ മോനെ നേരത്തെ പാമ്പിനെ മേത്തിട്ട് ഒരു ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. ഒരു പാമ്പാണ്, പേരൊന്നും ഇവിടെ എഴുതിച്ചിട്ടില്ല. ഇതടുത്തത് പാസ്റ്റൽ ബാൾ പിസ്റ്റൾ, വേറെ എണ്ണം. ഇതടുത്ത അയ്യോ ഇത് കുറച്ച് വലുതാ. റെഡ് ടെയിൽ ഒറിജിൻ അമേരിക്ക. അത്യാവശ്യം വലിപ്പമുണ്ട് മറ്റേതിനേക്കാളൊക്കെ, വലിയ പാമ്പാണ്. ഇവിടെ വേറെ എണ്ണം കാൻഡി കെയിൻ ഫോൺ സ്നേക്ക്, ഒറിജിനൽ അമേരിക്കയില്. അത് കണ്ടു ഇത് കുറച്ചൊരു പാമ്പുണ്ട് ഇവിടെ. വല്ലയൊന്നുണ്ട്. ഇതിവിടെ വേറെ ഒന്നുണ്ട് വെറൈറ്റി ഡിസൈനിലുള്ള. ഇതിൻ്റെ ഉള്ളിൽ ആരുമില്ലാന്ന് വിചാരിച്ചു, പക്ഷേ ഈ മൂലക്കൊരുത്തുണ്ട് ഗ്രീൻ ട്രീ പിത്തോൺ. എന്താ ഇതൊക്കെ മരത്തും വരുന്ന അറിയുന്നല്ല. ഇതൊക്കെ ഇത് മറ്റൊരു വൈറ്റ് കളർ പാമ്പ്, ബനാന ബാൾ പിത്തോൺ, വൈറ്റ് കളർ പാമ്പ്. ഇവിടെ ടെമ്പോറാറ്റ്, ഇതാണ് എലി. നേരത്തെ കണ്ടത് വേറെ എന്തോ എലിയാണ്, മലയണ്ണാൻ എന്തോണ് നേരത്തെ കണ്ട പോലെ. ഇത് എലി ഡെമ്പോറാറ്റ്. പിന്നെ അതിൻ്റെ ചെറുത് ഈ കുട്ടികൾ. ഇത് ഹൂഡ് റാറ്റ്. ഇതിനൊക്കെ മരപ്പൊടിയൊക്കെ ഉള്ളിലിട്ട് കൊടുത്ത് സെറ്റായി കൊടുക്കുന്നു. ഒരാളിത് അവിടെ മലന്ന് നടക്കുന്നുണ്ട് ഒരാൾ. അടുത്ത് അതിൻ്റെ കുട്ടികൾ, ചെറിയ കുട്ടികൾ. അടുത്ത തരം റാറ്റുകൾ. പാമ്പിനെ എലിഞ്ഞിട്ട് കൊടുക്കുമോ? പാമ്പ് മെലികൾ. അത്രയാണ് റാറ്റുകളിൽ. പുറത്ത് ഇനി വേറെ കുറച്ചുണ്ട്. ഗ്വെന്ന പിഗ്, പന്നി വർഗത്തിൽപ്പെട്ട ചെറുതാണെന്ന് തോന്നുന്നുണ്ട് ഗ്വെന്ന പിഗ്. മിനിലോപ്പ് ഒറിജിൻ ഫ്രം ജർമ്മനി. നീലോപ്പൊക്കെ നല്ല ഉറക്കത്തിലാട്ടോ. അടുത്തത് വരുന്നത് മിനി റക്സ് ഒറിജിൻ അമേരിക്ക. മൂപ്പര് ഉറക്കത്തിലാണ്, എല്ലാവരും ഉറങ്ങണമെന്നാണ്. അബീഷ്യൻ ഗുവന്നാബിഗ്. അടുത്തത് ഇത് വേറൊന്ന് അങ്കോര റാബിറ്റ്. വലിയ തിരക്കില്ലാത്ത സമയം നോക്കി നമ്മൾ വരാൻ കാരണം തന്നെയാണ്, എല്ലാ കാഴ്ചയും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം നമ്മളിവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ കാണിച്ചു തരും. ഇതൊക്കെ ഓരോ തരം ജീവികൾ, പലതരം ജീവികളുണ്ട്. അതിവിടെ നേരിട്ട് വന്ന എക്സ്പീരിയൻസ് തന്നെ വേണം. ഇതൊരു തരം ആമ, നീന്തുന്ന നോക്കടാ, കുഞ്ഞി ആമ. എവിടെ? കണ്ടല്ലോ, ഇത് കുഞ്ഞി ആമ, ചെറിയ ആമൻ്റെ ഒപ്പം മീനുകളും ഉണ്ട്. ഇവിടെ വേറൊരു തരം ആമ. അതിൻ്റെ തല നോക്ക്, വലിയ തല, ചെറിയൊരു മീൻ. ആമക്ക് കമ്പനിയായിട്ടൊരു മീനും ഉണ്ട്. അങ്ങനെയൊക്കെ ഇതിനുള്ളിലൊന്നും ഒന്നുമില്ലല്ലോടാ, ഇതൊന്നുമില്ല. ഞാൻ നോക്കി, ഡൗട്ട് ഉണ്ടാവുക, ഞാനൊന്നും കാണുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്, ലിയോപാഡ് ഗെക്കോ. ഇവിടെ ഉണ്ട് ഒരാള്. അത് തവളകളാ, പലതരം തവളകളാ തോന്നുന്നുണ്ടാ. ഇതിലൊക്കെ ഉണ്ട്, ഇതിലൊക്കെ അതിന്റെ ബാക്കിലേക്കാണേ. അവിടെ ഒരാളുണ്ട് ആ മരത്തിന്റെ ബാക്കില് ഒളിച്ചിക്കണ്ട്.
പലതരം തവളകൾ അതിലൊക്കെ ഇതാ അവിടെ ഒരു മൂലക്കൊരാളുണ്ട് ഓന്താണ് ഇല്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇവിടെ പല ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ വിളിച്ചിരുന്നാലും ആരും നമ്മളില്ല. കോഴികൾ ഇവര് കാര്യമായിട്ട് എന്തൊക്കെയാ ആലോചിച്ചിരിക്കണം, ചിന്താവിഷ്ടരായിരിക്കണം മുസ്ലിം മക കാര്യമായിട്ട് എന്തൊക്കെയാ ആലോചിച്ച് തരിക. ആ സാധനം തന്നെയാണ് പുറത്ത് വന്നത്. ഇതിനുള്ളൊരു സെറ്റപ്പ് അടിപൊളി. ഇത് 2 പ്രാക്കളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ സെറ്റപ്പോട് ഒരുക്കുന്നത്. ഇതെന്താണ് ഡക്കോ? എന്നാ ഡക്ക് ഡക്കാണ് ഗൈസ്, പ്രാവല് ഗൈസ്. ഞാൻ ഓർക്കുന്നു ഇത് ഗ്രീൻ വിങ്കഡ് മക്കാവ്. ഇത് മറ്റൊരു മക്കാവ്. ഈ മക്കാവുകൾ കാണാനുണ്ടോ? ആ അതെ അത് തന്നെയാണ്. അതിന്റെ വേറൊരു തരാണത് പഞ്ചവർണ്ണ. അതെ ഇത് സ്ക്വിറൽ മങ്കി മങ്കി മങ്കി. ഹായ് മങ്കി, ഹലോ. അടിപൊളി ബോസ്. അങ്ങനെയൊക്കെ. ഇനി നമ്മള് ഇതിന്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയോ മോസിനെ? ഇതിന്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ? ആ അവിടെ ഉണ്ട്. എന്ത് പറയാ? മീഡിയം സൾഫർ ക്രസ്റ്റഡ് കൊക്കാറ്റു, അതാണ് അതിന്റെ പേര്. അതാണല്ലോ ഇതിന്റെ ഒക്കെ എത്ര വെച്ചാൽ ഇത്രയും വലിയ കൊണ്ടുള്ള ഒരാളുള്ളൂ. ഇതാ ഇതിന്റെ ഉള്ളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഇത് വേഴാമ്പലും അറിയില്ലേ? വേഴാമ്പലല്ലേ അത്? നമ്മള് വേഴാമ്പല് തന്നെ സാധനം. ഒറ്റ വേഴാമ്പലുള്ളൂ. അതിനൊക്കെ ചിലപ്പോ ഒറ്റ ആളെ പറ്റുണ്ടാവുള്ളൂ. ഉണ്ടാവും. ഇതിന്റെ ഉള്ളില് ആളെടുക്കാ ഉണ്ട്. ഇവിടെ ഉണ്ട് ഡക്കാണ്. ഓ ആ ഡക്കിന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പോയി. ഇവിടെ വന്നിട്ട് വേറൊരു ടാർസൻ. പെറ്റ് നെയിം ടാർസൻ ആണ്. ഇത് ശരിക്കുള്ള പേര് റെഡ് ഹാൻഡഡ് ടമാരി. നല്ല ഒരു സങ്കരയിനാണത്. അതേപോലെ മറ്റൊരു ഐറ്റം. അങ്ങനെ അതിനുള്ളത് കാഴ്ചകൾ കണ്ട് നമ്മൾ പുറത്തിറങ്ങി ഓരോരുത്തരും അവരെ അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. 5 സ്റ്റാർ റിവ്യൂ കൊടുത്തിട്ട് ഓരോരുത്തരും അവരെ അഭിപ്രായം രേഖപ്പെടുത്തിയതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്രയ്ക്കും മനോഹരമാണ്. ആരും മോശം പറയൂല. എല്ലാവരും മസ്റ്റായിട്ടൊന്നും വാച്ചില്ല. ഇനി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നിങ്ങൾ വെറും ഒരു 150 രൂപൻ്റെ മുടക്കുള്ളൂ. അത്രേ നമുക്കിതുള്ളൂ. വെറും 150 രൂപ മുടക്കിയിട്ട് ടിക്കറ്റ് എടുത്ത് ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ, ഈ പെറ്റ് സ്റ്റേഷൻ കയറി കഴിഞ്ഞാൽ അത്ഭുതകരമായ കാഴ്ചകളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു കാഴ്ച കണ്ടില്ല. പല അക്വേറിയത്തിലും പാർക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്ര വലിയൊരു പെറ്റ് കളക്ഷൻ ഞാൻ കണ്ടിട്ടില്ല. എന്നാലും നിങ്ങളെ 150 രൂപന്റെ ടിക്കറ്റ് 100% വെർത്താണ്. ധൈര്യമായിട്ട് വന്ന് ടിക്കറ്റ് എടുത്ത് കാണാം, എൻജോയ് ചെയ്യാം, അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ട് ഈ ഒരു പെറ്റ് സ്റ്റേഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, നിങ്ങൾ അറിയുന്ന ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കൊണ്ട് വരും വരെ ബൈ.